എല്ലാവർക്കും PSC ക്രാക്കറിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് ഇന്ത്യൻ സ്റ്റേറ്റ്സും അവയുടെ ക്യാപിറ്റലും പഠിക്കാം. നമുക്ക് ഭയങ്കര സിമ്പിളായിട്ട് ചെറിയ ചെറിയ കോഡ്സൊക്കെ യൂസ് ചെയ്തിട്ട് നമുക്കിത് പഠിക്കാം. ഓക്കെ, അപ്പോൾ നമുക്കറിയാം ഇന്ത്യക്ക് 28 സ്റ്റേറ്റ്സ് ആണുള്ളത്. അപ്പോൾ അതിൻ്റെ ക്യാപിറ്റൽ നമുക്ക് സിമ്പിളായിട്ട് പഠിക്കാം. ഓക്കെ, ഫസ്റ്റ് വൺ ആന്ധ്രാപ്രദേശ്. ആന്ധ്രാപ്രദേശിൻ്റെ ക്യാപിറ്റൽ അമരാവതി. ഓക്കെ, ഇത് നമ്മളെങ്ങനെ ഓർക്കും? നമുക്ക് സിമ്പിളായിട്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആന്ധ്രാപ്രദേശിൻ്റെ ക്യാപിറ്റൽ അമരാവതി. അതായത് അമ്മയ്ക്ക് അന്തം കുറച്ച് കുറവാണ്. അത് നമ്മൾ കോഡിന് വേണ്ടി മാത്രം പറയണതാണ്. റിയാലിറ്റിയിൽ ഒന്നും അത് അങ്ങനെ തോന്നല്ലേ. അതായത് എന്തൊക്കെ പറഞ്ഞാലും, അതായത് ഇപ്പോൾ നമ്മൾ വളർന്ന സാഹചര്യത്തിലല്ലല്ലോ അമ്മമാർ വളരുന്നത്. അപ്പോൾ നമ്മുടെ പുതിയ അപ്ഡേഷൻസ് ഒന്നും അവർക്ക് അറിയുന്നുണ്ടാവില്ല. അപ്പോൾ ജസ്റ്റ് നമ്മൾ എക്സാമിന് എങ്ങനെയെങ്കിലും മാർക്ക് കിട്ടുക, അത് മാത്രമേ ഉള്ളൂ നമ്മുടെ എയിം. അപ്പോൾ നമ്മൾ ജസ്റ്റ് ആന്ധ്രാപ്രദേശ് അമരാവതി എന്ന് പറയുമ്പോൾ അമ്മയ്ക്ക് കുറച്ച് അന്തം കുറവാണ്, അത് ജസ്റ്റ് വെറുതെ, അല്ലെങ്കിൽ അമ്മയ്ക്ക് കുറച്ച് അന്തം കൂടുതലാണ് എന്ന് പറയാം. ഓക്കെ, അപ്പോൾ പിന്നെ പ്രശ്നമില്ലല്ലോ. ദെൻ അരുണാചൽ പ്രദേശ്. അരുണാചൽ പ്രദേശിൻ്റെ ക്യാപിറ്റലാണ് ഇറ്റാനഗർ. അരുണാചൽ പ്രദേശ് ആൻഡ് ഇറ്റാനഗർ. അതായത് ഹിറ്റായ അരുണ്. നമ്മുടെ അരുൺ ഉണ്ടല്ലോ, നമ്മുടെ അരുണ് എല്ലാ മേഖലകളിലും ഭയങ്കര ഹിറ്റാണ്. ഓക്കെ, ദെൻ അടുത്തത് അസം ദിസ്പൂർ. ഈ അസമിൻ്റെ ക്യാപിറ്റലാണ് ദിസ്പൂർ. അപ്പോൾ ഈ അസം ദിസ്പൂർ നമ്മൾ ഓർക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഇംഗ്ലീഷ് പറയില്ലേ, അസ് ദിസ്. കണ്ടോ, അതിൻ്റെ ഒരു പ്രാസം കുറേയൊക്കെ ശരിയാണല്ലോ. അപ്പോൾ നമുക്ക് എങ്ങനെയെങ്കിലും അത് അങ്ങനെ ഓർക്കാം. ദെൻ ഫോർത്ത് വൺ ബീഹാർ. ബീഹാറിൻ്റെ ക്യാപിറ്റലാണ് പാറ്റ്ന. ബീഹാർ പാറ്റ്ന. അതായത് ഭയങ്കരനായ പാറ്റ. നമ്മുടെ പാറ്റ ഒരു ഭയങ്കര ഭീകരജീവിയാണെന്ന് ആലോചിച്ചാൽ മതി. ദെൻ ഫിഫ്ത്ത് വൺ ഛത്തീസ്ഗഡ് റായ്പൂർ. ഛത്തീസ്ഗഡ് റായ്പൂർ. ഒന്നുമല്ല, നമുക്ക് സിമ്പിളായിട്ട് നമുക്ക് എന്ത് പറയാം, എന്താണ്, റായ് ചത്തു. അതായത് നമ്മൾ ഐശ്വര്യ റായ് ഇല്ലേ, ഐശ്വര്യ റായ് ഇപ്പോൾ ഒന്ന് ഫീൽഡ് ഔട്ട് ആയില്ലേ. അപ്പോൾ അതൊക്കെ വെറുതെ ഒന്ന് കണക്ട് ചെയ്യാം. നമുക്ക് എന്തൊക്കെ കണക്ട് ചെയ്താലും വേണ്ടില്ല, നമുക്ക് എങ്ങനെയെങ്കിലും എക്സാമിൽ മാർക്ക് കിട്ടണം, അത്രേ ഉള്ളൂ. അപ്പോൾ ആന്ധ്രാപ്രദേശ് അമരാവതി, അരുണാചൽ പ്രദേശ് ഇറ്റാനഗർ, അസം ദിസ്പൂർ, ബീഹാർ പാറ്റ്ന, ദെൻ ഛത്തീസ്ഗഡ് റായ്പൂർ. ഇനി ഗോവയുടെ ക്യാപിറ്റലാണ് പനാജി. അപ്പോൾ ഗോവയുടെ, അതായത് ഈ ഗോവ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് എല്ലാവർക്കും അറിയാം, ഗോവയിൽ ഒരുപാട് ബീച്ചസ് ഉണ്ട്. ഓക്കെ, അപ്പോൾ ഗോവയിൽ ഒരുപാട് ബീച്ച് ഉണ്ട്. അപ്പോൾ ഓരോ ബീച്ചിൽ ഓരോ പന ഉണ്ട് എന്ന് ആലോചിക്കുക. അപ്പോൾ ഗോവ എന്ന് പറഞ്ഞാൽ നമുക്ക് ആദ്യം മൈൻഡിൽ കുറച്ച് ബീച്ച് വരണം. ആ ബീച്ച് എന്ന് പറഞ്ഞാൽ പന ഉണ്ട്. ആ പനൻ്റെ ചോട്ടിലാണ് നമ്മൾ ഗോവയിൽ ബീച്ചിൽ പോകുമ്പോൾ വെയിലൊക്കെ കള്ളില്ലേ, ആ വെയിലിന് തളലിന് പോകുന്നത് നമ്മൾ ആ ഒരു എന്താണ് പനൻ്റെ ചോട്ടിലാണ്. അപ്പോൾ അങ്ങനെ മാത്രം ആലോചിക്കുക. അപ്പോൾ ഗോവ എന്ന് പറഞ്ഞാൽ ക്യാപിറ്റൽ പനാജി. ഓക്കെ, ദെൻ ഗുജറാത്ത് ഗാന്ധിനഗർ. അത് പിന്നെ നമുക്ക് വലിയ എന്താണ് ബുദ്ധിമുട്ടില്ല, കാരണം നമ്മൾ ഗാന്ധിജി ജനിച്ചത് ഗുജറാത്തിലാണ്. അപ്പോൾ ഗുജറാത്ത് ഗാന്ധിനഗർ. ഓക്കെ, ദെൻ ഹരിയാന ഛത്തീസ്ഗഡ്. ഹരിയാന ഛത്തീസ്ഗഡ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളെ ഹരി ഉണ്ടല്ലോ, നമ്മുടെ ഹരി വെറും ചണ്ടിയാണ്, ഒന്നിനും കൊള്ളാത്തവനാണെന്നൊക്കെ നമ്മൾ പറയില്ലേ. അപ്പോൾ അതിനാണ് നമ്മൾ പറയുന്നത് ഹരിയാന ചണ്ഡീഗഡ്. ഓക്കെ, പിന്നെ അടുത്തതാണ് ഹിമാചൽ പ്രദേശ് ഷിംല. അതായത് നമ്മൾ ഹിമാചൽ പ്രദേശ് ഷിംല, അതായത് നമ്മൾ ഈ ഹിമാചൽ പ്രദേശ് ഷിംല എന്ന് പറയുമ്പോൾ ഇതിൻ്റെ ഒരു കോഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഈ ഷിംല എന്ന് കേട്ടാൽ തന്നെ നമുക്ക് എന്ത് ചെയ്യും, നമുക്കൊന്ന് ട്രിപ്പൊക്കെ പോകാൻ തോന്നുമല്ലോ. അപ്പോൾ ഈ ഹിമാചൽ നല്ല മഞ്ഞ് മൂടിയ സ്ഥലമൊക്കെയാണ് ഈ ഷിംല എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഈ ഷിംല എന്ന് ആലോചിക്കുമ്പോൾ പേര് കേട്ടാൽ തന്നെ നമുക്ക് അങ്ങോട്ട് ട്രിപ്പ് പോകാൻ തോന്നും. അപ്പോൾ നമ്മൾ എങ്ങനെയുള്ള സ്ഥലമായിരിക്കും ഈ ഷിംല എന്ന് പറയുന്നത്? കുറേ മഞ്ഞൊക്കെ വീണിട്ടുള്ളത്, ഹിമൊക്കെ വീണിട്ടുള്ളത്. അപ്പോൾ ഹിമാചൽ പ്രദേശ് ഷിംല. പിന്നെ നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് ജാർഖണ്ഡ് ആൻഡ് റാഞ്ചി. അപ്പോൾ ജാർഖണ്ഡിൻ്റെ ക്യാപിറ്റലാണ് നമ്മൾ റാഞ്ചി എന്ന് പറഞ്ഞു. അതായത് റാഞ്ചി അവസാനം, അതായത് ഇതിൽ ഫസ്റ്റ് ജാ ഉണ്ട്, അവിടെ അവസാനം ഒരു ജാ ഉണ്ട്. അങ്ങനെ ജസ്റ്റ് ആലോചിച്ചാൽ മതി. അപ്പോൾ ഗോവ പനാജി, ഗുജറാത്ത് ഗാന്ധിനഗർ, ഹരിയാന ചണ്ഡീഗഡ്, ഹിമാചൽ പ്രദേശ് ഷിംല, ജാർഖണ്ഡ് റാഞ്ചി. ഓക്കെ, നമ്മൾ അടുത്ത് നോക്കാം. നെക്സ്റ്റ് കർണാടക ബാംഗ്ലൂരു. ഇതെനിക്ക് തോന്നുന്നു നമുക്ക് പലർക്കും ഇത് അറിയാവുന്ന കാര്യമാണ്. പക്ഷേ ഇനിയിപ്പോൾ അത് കോഡ് വേണ്ടവർക്ക് ഞാൻ പറയുകയാണെങ്കിൽ ഈ നമ്മൾ ഈ ബാംഗ്ലൂർ ഡേയ്സിൽ കണ്ടതിന് ശേഷം നമുക്ക് എല്ലാവർക്കും ഒരു ആഗ്രഹമാണ് ഒന്ന് ബാംഗ്ലൂർ പോകണം എന്നുള്ളത്. അപ്പോൾ നമ്മൾ ബാംഗ്ലൂർക്ക് എങ്ങനെ പോകുക? കർണാടക വെച്ച് ഭയങ്കര സ്റ്റൈലായിട്ടാണ് പോകുക. അപ്പോൾ കർണാടകയുടെ ക്യാപിറ്റലാണ് ബാംഗ്ലൂർ. ദെൻ നമ്മുടെ സ്വന്തം കേരളത്തിൻ്റെ ക്യാപിറ്റൽ തിരുവനന്തപുരം. അത് നമുക്ക് പറയാതെ തന്നെ നമുക്ക് എല്ലാവർക്കും അറിയാം. ദെൻ മധ്യപ്രദേശിൻ്റെ ക്യാപിറ്റലാണ് ഭോപ്പാൽ. ഓക്കെ, അപ്പോൾ ഇതെങ്ങനെ കണക്ട് ചെയ്യുമെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ പാല് കുടിക്കുന്ന പോലെയല്ല മദ്യം കുടിക്കുക. ജസ്റ്റ് അത് മാത്രം നോക്കിയാൽ മതി. അതായത് നമ്മൾ പാല് കുടിക്കണേ അത്ര സിമ്പിളായിട്ടല്ല നമ്മൾ മദ്യം കുടിക്കുക. ജസ്റ്റ് അങ്ങനെ ആലോചിച്ചാൽ മതി. ദെൻ മുംബൈ. മഹാരാഷ്ട്രേൻ്റെ ക്യാപിറ്റലാണ് മുംബൈ. ഇതെങ്ങനെ ഓർക്കാമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ
നമ്മളൊരു രാജ്യം ഇപ്പം നമ്മൾ വല്ല ദുബായിലേക്കോ അല്ലെങ്കിൽ UK വേറെ എങ്ങോട്ടെങ്കിലുമൊക്കെ പോവുകയാണെങ്കിൽ, വേറെ ഏതെങ്കിലും ഒരു രാജ്യത്തേക്ക് പോവുകയാണെങ്കിൽ നമ്മൾ എന്ത് പറയും? നമ്മൾ വീട്ടുകാരോട് എല്ലാവരോടും ബൈ 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 അങ്ങനെ പറയുമല്ലോ. അപ്പോൾ മഹാരാഷ്ട്രേൻ്റെ ക്യാപിറ്റലാണ് മുംബൈ. അപ്പോൾ നമ്മൾ വേറെ രാജ്യത്തേക്ക് പോകുമ്പോൾ നമ്മൾ എന്ത് പറയും? ബൈ പറയും. ഓക്കെ, ഇനി നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് മണിപ്പൂർ. മണിപ്പൂരിൻ്റെ ക്യാപിറ്റലാണ് ഇംഫാൽ. മണിപ്പൂരിൻ്റെ ക്യാപിറ്റലാണ് ഇംഫാൽ. അതെന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ നമുക്കറിയാലോ, ഇപ്പോൾ പുതിയ വീടുകളിലൊക്കെ നമ്മൾ പുതിയ ഫാൻ, റിമോട്ടൊക്കെ ഉള്ള പുതിയ ഫാനാണല്ലോ നമ്മൾ യൂസ് ചെയ്യുക. ആ പുതിയ ഫാൻ, അങ്ങനത്തെ ഒരു ഫാൻ നമ്മൾ മേടിക്കണമെങ്കിൽ എന്ത് വേണം? നമ്മുടെ കയ്യിൽ മണി വേണം. അപ്പോൾ നമ്മുടെ കയ്യിൽ നല്ല മണി ഉണ്ടെങ്കിലുള്ളൂ നമുക്ക് നല്ല ഫാൻ കിട്ടും. അപ്പോൾ ഇവിടെ നമ്മൾ കർണാടകയുടെ ക്യാപിറ്റലാണ് ബാംഗ്ലൂർ, കേരളം തിരുവനന്തപുരം, ദെൻ മധ്യപ്രദേശിൻ്റെ ക്യാപിറ്റലാണ് ഭോപ്പാൽ, ദെൻ മഹാരാഷ്ട്രയുടെ ക്യാപിറ്റലാണ് മുംബൈ, ദെൻ മണിപ്പൂരിൻ്റെ ക്യാപിറ്റലാണ് ഇംഫാൽ. അപ്പോൾ ഇതുവരെ ക്ലിയർ ആണല്ലോ. അപ്പോൾ ഇനി നമുക്ക് നെക്സ്റ്റ് നോക്കാം. മേഘാലയ. മേഘാലയൻ്റെ ക്യാപിറ്റലാണ് ഷില്ലോങ്. മേഘാലയയുടെ ക്യാപിറ്റലാണ് ഷില്ലോങ്. ഇതെങ്ങനെ കണക്ട് ചെയ്യും? അതായത് നമ്മളിപ്പോൾ നമുക്കിഷ്ടമുള്ള ചില ആളുകളെ ആലോചിക്കുമ്പോഴൊക്കെ അവൾ മേഘങ്ങൾക്കിടയിലാണ്. അതായത് ഇനിയിപ്പോൾ ചില സമയത്ത് നമുക്കിഷ്ടമുള്ള ആളുകൾക്ക് നമ്മളിങ്ങനെ ആലോചിക്കുമ്പോൾ എന്താ, മേഘങ്ങൾക്കിടയിൽ ഇങ്ങനെ വെള്ള ഗൗണൊക്കെ ഇട്ടിട്ട് അങ്ങനെയൊക്കെയാണ്. അതായത് അവൾ എവിടെയാണെന്ന് ചോദിച്ചാൽ അവൾ മേഘങ്ങൾക്കിടയിൽ അങ്ങനെ ഗൗണൊക്കെ ഇട്ടിട്ട്. അപ്പോൾ മേഘാലയ ഷില്ലോങ്, മേഘങ്ങൾക്കിടയിലാണ്. അങ്ങനെ ഇങ്ങോട്ട് കണക്ട് ചെയ്യുക. ദെൻ മിസോറാം ഐസ്വാൾ. ഓക്കെ, ഇതെങ്ങനെ കണക്ട് ചെയ്യുമെന്ന് പറയുമ്പോൾ നമ്മുടെ മിസ്സ്, അതായത് നമ്മുടെയൊക്കെ സ്കൂൾ ലൈഫിൽ അല്ലെങ്കിൽ നമ്മുടെയൊക്കെ ഒരു സ്കൂൾ ലൈഫിൽ എന്തുണ്ടാകും? ഒരു പാവ മിസ് ഉണ്ടാകും. അപ്പോൾ നമ്മൾ എന്താ പറയുക? അതായത് നമ്മുടെ മിസ് ഉണ്ടല്ലോ, നമ്മുടെ മിസ്സ് ഐസ് പോലെയാണ്. മിസ്സിൻ്റെ ഹൃദയം ഐസ് പോലെയാണ്, പെട്ടെന്ന് ഉരുകും. ഒരു പാവം മിസ്സാണെന്ന്. അപ്പോൾ മിസോറാമിൻ്റെ ക്യാപിറ്റലാണ് ഐസ്വാൾ. ദെൻ നെക്സ്റ്റ് വൺ നാഗാലാൻഡ്. നാഗാലാൻഡിൻ്റെ ക്യാപിറ്റലാണ് കൊഹിമ. അതായത് ഈ നാഗാലാൻഡ്, അതായത് നാഗങ്ങളൊക്കെ എന്ത് ചെയ്യും? കൊത്തും. പാമ്പ് കൊത്തുമല്ലോ, നാഗങ്ങളെല്ലാം കൊത്തും. അപ്പോൾ നാഗാലാൻഡിൻ്റെ ക്യാപിറ്റലാണ് കൊഹിമ. ദെൻ നെക്സ്റ്റ് വൺ ഒഡീഷ. ഒഡീഷയുടെ ക്യാപിറ്റലാണ് ഭുവനേശ്വർ. ഇനി ഇതെങ്ങനെ കണക്ട് ചെയ്യുമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ പറയുമല്ലോ, ഇപ്പോൾ നമ്മൾ ഫ്രണ്ട്സിനോട് അല്ലെങ്കിൽ ഒക്കെ പറയാണ്, നമുക്ക് എന്താണ് എന്തിൻ്റെങ്കിലുമൊക്കെ ഓഡീഷനിക്ക് പോവാമെന്ന്. അതായത് ഏതെങ്കിലുമൊക്കെ എന്തെങ്കിലും ഒന്നിൻ്റെ ഓഡീഷനിലേക്ക് പോവാം. അങ്ങനെയൊക്കെ നമുക്ക് അങ്ങോട്ട് കണക്ട് ചെയ്യാം. ദെൻ നെക്സ്റ്റ് വൺ വരുന്നതാണ് പഞ്ചാബ്. പഞ്ചാബിൻ്റെ ക്യാപിറ്റലാണ് ചണ്ഡീഗഡ്. ഇത് നമ്മളെങ്ങനെ കണക്ട് ചെയ്യും? സത്യം പേര് നോക്കുകയാണെങ്കിൽ ഈ ഹരിയാനൻ്റെ ക്യാപിറ്റലും വരുന്നത് ചണ്ഡീഗഡാണ്. നമ്മളിവിടെ എവിടെയോ നമ്മൾ ഹരിയാന കണ്ടല്ലോ, ഹരിയാന അവിടെ ഹരിയാന എന്നാണ് ശരിക്കും, ഹരിയാന എന്നാണ്. കുഴപ്പമില്ലല്ലോ, നിങ്ങളത് ടൈപ്പിംഗ് മിസ്റ്റേക്കാണ്, അത് ജസ്റ്റ് ഒന്ന് കറക്റ്റ് ചെയ്താൽ മതി. അപ്പോൾ നമ്മൾ ഹരിയാനൻ്റെ ക്യാപിറ്റലാണ് ചണ്ഡീഗഡ്. ഇതേപോലെ തന്നെ നമ്മുടെ പഞ്ചാബിൻ്റെ ക്യാപിറ്റലും ചണ്ഡീഗഡ്. അപ്പോൾ ഇത് നമ്മൾ കണക്ട് ചെയ്യാനേ നമുക്കൊരു ഫിലിം ഉണ്ടായിരുന്നു, നമ്മുടെ ഉണ്ണി മുകുന്ദന് ഒരു പഞ്ചാബിയൊക്കെ ആയിട്ട് വരുന്ന ഒരു പടം ഉണ്ടല്ലോ. പടത്തിൻ്റെ പേരിപ്പോൾ എനിക്ക് കിട്ടുന്നില്ല. നമ്മുടെ കുഞ്ചാക്കോപ്പനൊക്കെ ഉണ്ട്. അപ്പോൾ ആ പടത്തിൽ നമ്മുടെ ഉണ്ണി മുകുന്ദൻ്റെ പേരാണ് ഹരി എന്നുള്ളത്. അപ്പോൾ ഈ ഉണ്ണി മുകുന്ദൻ ഒരു പഞ്ചാബി സ്റ്റൈലിലാണ്, ഇപ്പോൾ ഒരു പഞ്ചാബി ആളായിട്ടൊക്കെയാണ് നിൽക്കുന്നത്. അപ്പോൾ ഹരിയും പഞ്ചാബും, അതായത് പഞ്ചാബി സ്റ്റൈലിൽ വെക്കുന്ന ഹരി ചണ്ഡിയാണ്. നമ്മൾ അന്നേ പറഞ്ഞിട്ടുണ്ട്, ഹരി എന്ന് പറഞ്ഞാൽ ഒന്നിനും കൊള്ളാത്ത ചണ്ഡിയാണ് എന്ന്. അപ്പോൾ ചണ്ഡീഗഡ്, ഹരിയാനയുടെ ആണെങ്കിലും പഞ്ചാബിൻ്റെ ആണെങ്കിലും ക്യാപിറ്റൽ ചണ്ഡീഗഡ്. ഓക്കെ, അപ്പോൾ മേഘാലയയുടെ ക്യാപിറ്റൽ നമ്മൾ പറഞ്ഞു, മേഘാലയയുടെ ക്യാപിറ്റൽ ഷില്ലോങ്, മിസോറാമിൻ്റെ ഐസ്വാൾ, ദെൻ നാഗാലാൻഡിൻ്റെ കൊഹിമ, ദെൻ ഒഡീഷയുടെ ഭുവനേശ്വർ, പഞ്ചാബിൻ്റെ ചണ്ഡീഗഡ്. ക്ലിയർ അല്ലേ? നമുക്ക് നെക്സ്റ്റ് നോക്കാം. നെക്സ്റ്റ് ജയ്പൂർ. രാജസ്ഥാൻ്റെ ക്യാപിറ്റലാണ് ജയ്പൂർ. അതായത് നമ്മുടെ രാജാവിനെ നമ്മളെപ്പോഴും ജയ് പറയില്ലേ, മഹാരാജാവ് നീണാൽ വാഴട്ടെ എന്നൊക്കെ പറയുമല്ലോ. അപ്പോൾ നമ്മൾ ജയ് വിളിക്കുന്നത് രാജാവിനാണ്. അപ്പോൾ രാജസ്ഥാൻ ജയ്പൂർ. ദെൻ നെക്സ്റ്റ് വൺ സിക്കിമിൻ്റെ ക്യാപിറ്റലാണ് ഗാങ്ടോക്ക്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ പറയാലോ, അതായത് സിറ്റികളിലാണ്, ഈ സിറ്റികളിലാണ് ഗ്യാങ്ങുകളൊക്കെ ഉള്ളത്. സിറ്റികളിലാണ് ഗ്യാങ്ങുകളൊക്കെ ഉള്ളത്, അങ്ങനെ ആലോചിച്ചാൽ മതി. ദെൻ തമിഴ്നാടിൻ്റെ ക്യാപിറ്റലാണ് ചെന്നൈ. അത് പിന്നെ നമുക്കറിയാം, ഇനി കോഡൊന്നും വേണ്ട. ദെൻ തെലങ്കാനയുടെ ക്യാപിറ്റലാണ് ഹൈദരാബാദ്. ഇതിന് കോഡ് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കിത് ഇങ്ങനെ കണക്ട് ചെയ്യാം. അതായത് നമ്മൾ നല്ല ഹൈദരാബാദി ബിരിയാണി നമ്മൾ കേട്ടിട്ടുണ്ടാവുമല്ലോ. ഈ ഹൈദരാബാദി ബിരിയാണിക്ക് ഭയങ്കര തല്ലാണ്, എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ് ഈ ഹൈദരാബാദി ബിരിയാണി, നല്ല ടേസ്റ്റുമാണ്. അപ്പോൾ എന്താണ്, അതിന് ഭയങ്കര തല്ലാണ്. അപ്പോൾ തെലങ്കാനയുടെ ക്യാപിറ്റലാണ് ഹൈദരാബാദ്. പിന്നെ നെക്സ്റ്റ് വരുന്നത് ത്രിപുരയുടെ ക്യാപിറ്റലാണ് അഗർത്തല.
ത്രിപുരയുടെ ക്യാപിറ്റലാണ് അഗർത്തല. അതെന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ സിമ്പിളായിട്ട് നമുക്കറിയാം, 3 തല 3 തല, അങ്ങനെ ആലോചിച്ചാൽ മതി. 3 തല 3 തല. ത്രിപുരയുടെ ക്യാപിറ്റലാണ് അഗർത്തല. അപ്പോൾ രാജസ്ഥാൻ്റെ ക്യാപിറ്റൽ ജയ്പൂർ, സിക്കിമിൻ്റെ ഗാംഗ്ടോക്ക്, തമിഴ്നാടിൻ്റെ ചെന്നൈ, തെലുങ്കാനൻ്റെ ഹൈദരാബാദ്, ത്രിപുരയുടെ അഗർത്തല. അതെന്ത് നെക്സ്റ്റ്? ഓക്കെ, ഉത്തർപ്രദേശ്. ഓക്കെ, ഈ ഉത്തർപ്രദേശിൻ്റെ ക്യാപിറ്റലാണ് ലക്നൗ. ഉത്തർപ്രദേശിൻ്റെ ക്യാപിറ്റലാണ് ലക്നൗ. അപ്പോൾ നമ്മൾ അതെങ്ങനെ കണക്ട് ചെയ്യുമെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഉത്തർപ്രദേശ് അതിനെ നമ്മൾ യു പി എന്ന് പറയും. ഓക്കെ, യു പി നമ്മൾ ഷോർട്ടായിട്ട് ചെയ്തല്ലോ. അപ്പോൾ എന്താണ്, ഉപ്പാക്ക് യു പി എന്ന് നമ്മൾ ഉപ്പാന്ന് എഴുതും. ഉപ്പാക്ക് ഭയങ്കര ലക്കാണെന്ന് വിചാരിക്കുക. നമ്മുടെ ഉപ്പാക്കൊക്കെ ഭയങ്കര ലക്കാണെന്ന് വിചാരിക്കുക. ഓക്കെ, പിന്നെ ഉത്തരാഖണ്ഡ് ഡെറാഡൂൺ ആണ് വരുന്നത്. അത് എഴുതിയാലൊരു മിസ്റ്റേക്കാണ്. ദെഹ്റാദൂൺ അല്ല, ഡെറാഡൂൺ ആണ് വരുന്നത്. അപ്പോൾ ഉത്തരാഖണ്ഡിൻ്റെ ക്യാപിറ്റൽ എന്ന് പറയുന്നത് ഡെറാഡൂൺ ആണ്. അതൊന്ന് നിങ്ങൾ കറക്റ്റ് ചെയ്തണേ. എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇത് കണക്ട് ചെയ്യാൻ എങ്ങനെയാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ ഉത്തരം മുട്ടുമ്പോൾ നമുക്ക് ദഹനവും മുട്ടും എന്ന് ആലോചിക്കുക. അതായത് നമുക്ക് ചില കാര്യങ്ങൾ നമ്മളോട് ചോദിക്കുമ്പോൾ നമുക്കൊരു ഉത്തരം മുട്ടും, അപ്പോൾ നമ്മളെ ദഹനവും മുട്ടും. അങ്ങനെ വിളിച്ച് നോക്കിയാൽ മതി. ഉത്തരാഖണ്ഡിൻ്റെ ക്യാപിറ്റൽ ഡെറാഡൂൺ ആണ്. ഓക്കെ, ദെൻ പശ്ചിമ ബംഗാളിൻ്റെ ക്യാപിറ്റലാണ് കൊൽക്കത്ത. അപ്പോൾ ഇത് നമ്മൾ എങ്ങനെ റിലേറ്റ് ചെയ്യും ചോദിച്ചാൽ, ഇപ്പോൾ നമ്മുടെ കേരളത്തിൽ ഫുള്ള് ബംഗാളികളാണല്ലോ. അപ്പോൾ ബംഗാളികളാണ് നമ്മുടെ കേരളത്തിൽ എന്താണ് കത്തിക്കയറുന്നത്. അങ്ങനെ ആലോചിച്ചാൽ മതി. കൊൽക്കത്ത, അതായത് ബംഗാളിൻ്റെ ക്യാപിറ്റലാണ് കൊൽക്കത്ത. ബംഗാളികളാണ് ഇവിടെ കത്തിക്കയറുന്നത്. അപ്പോൾ നിങ്ങൾക്കിത് മനസ്സിലായി എന്ന് തോന്നണോ? ഞാൻ ജസ്റ്റ് ഒന്നും കൂടി ഒന്ന് കൺക്ലൂഡ് ചെയ്ത് തരാം. അതായത് ആന്ധ്രാപ്രദേശിൻ്റെ ക്യാപിറ്റൽ അമരാവതി. അതായത് അമ്മയ്ക്ക് കുറച്ച് അന്തം കൂടുതലാണ് പറയാം. അരുണാചൽ പ്രദേശ് ഇറ്റാനഗർ. നമ്മളെ അരുണ് ഭയങ്കര ഹിറ്റാണ്. ദെൻ അസാമിൻ്റെ ക്യാപിറ്റലാണ് ദിസ്പൂർ, അതായത് ദിസ്. ബീഹാറിൻ്റെ ക്യാപിറ്റലാണ് പാറ്റ്ന, ഭയങ്കരനായ പാറ്റ. ദെൻ ഛത്തീസ്ഗഡിൻ്റെ ക്യാപിറ്റലാണ് റായ്പൂർ, അതായത് നമ്മുടെ റായി ചത്തുപോയി എന്ന് പറയാം. ദെൻ ഗോവയുടെ ക്യാപിറ്റലാണ് പനാജി വരുന്നത്. അപ്പോൾ ഗോവയ്ക്ക് ഒരുപാട് എന്താ പറയുക ബീച്ചുണ്ട്. അപ്പോൾ ബീച്ചിൻ്റെ അവിടെ ഒരു പനയുണ്ട്. ദെൻ ഗുജറാത്ത് ഗാന്ധിനഗർ. ഹരിയാന ചണ്ഡിയാണ്. ഹിമാചൽ പ്രദേശ് എവിടെയാണെന്നാണ് പറഞ്ഞത് നമ്മൾ ഹിമാചൽ പ്രദേശിൽ ഷിംല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്, ഈ ഷിംല എന്ന് പറഞ്ഞാൽ മഞ്ഞ് മൂടിയ ഒരു സ്ഥലമാണ്. നമുക്ക് ഇടയ്ക്ക് ട്രിപ്പൊക്കെ പോകാൻ തോന്നും. ഓക്കെ, ജാർഖണ്ഡിൻ്റെ ക്യാപിറ്റലാണ് റാഞ്ചി എന്ന് പറയുന്നത്, ലാസ്റ്റ് വരുന്നത്. ദെൻ കർണാടകയിലെ ക്യാപിറ്റലാണ് ബാംഗ്ലൂരിലേക്ക് പോകുമ്പോൾ നമ്മൾ കൂളിംഗ് ഗ്ലാസ് ഒക്കെ വെച്ചിട്ടാണ് പോകാറ്. കേരളത്തിൻ്റെ തിരുവനന്തപുരം. പിന്നെ മധ്യപ്രദേശിൻ്റെ ക്യാപിറ്റലാണ് ഭോപ്പാൽ, അതായത് മദ്യം കുടിക്കുന്ന പോലെയല്ല പാല് കുടിക്കുന്ന പോലെയല്ല മദ്യം കുടിക്കാൻ. ഓക്കെ, ദെൻ മഹാരാഷ്ട്ര. നമ്മൾ രാഷ്ട്രത്തിൽ വേറെ കിട്ടിയാലും പോകുമ്പോൾ ബൈ മുംബൈ. ദെൻ മണിപ്പൂർ. നമുക്ക് ഫാൻ മേടിക്കണമെങ്കിൽ എന്ത് വേണം, നല്ല മണി വേണേ. ഓക്കെ, പിന്നെ മേഘാലയൻ്റെയാണ് ഷില്ലോങ്. അവൾ എവിടെയാണ്, മേഘങ്ങൾക്കിടയിലാണ്. ദെൻ മിസോറാമിൻ്റെയാണ് ഐസ് ബോൾ. നമ്മളെ മിസ് എങ്ങനെയാണ്, ഐസിനെ പോലെ ഉരുകുന്ന ഹൃദയമുള്ളവളാണ്. ദെൻ നാഗാലാൻഡിൻ്റെയാണ് കോഹിമ, നാഗങ്ങൾ കൊത്തും. ദെൻ ഒഡീഷ എന്ന് പറഞ്ഞാൽ ബുവാം. നമുക്ക് എവിടെ ഒഡീഷ കണ്ടാലും നമുക്ക് ബുവാം. ഓക്കെ, ദെൻ പഞ്ചാബ്. നമ്മളെ പഞ്ചാബിയായ ഹരി ചണ്ഡിയാണ്. ദെൻ രാജസ്ഥാൻ, രാജാവിനെ നമ്മൾ ജയ് വിളിക്കും. ദെൻ സിക്കിം സിറ്റിയിലാണ് ഗാങ്ങുകൾ ഉണ്ടാവാറ്. തമിഴ്നാടിൻ്റെ ചെന്നൈ, തെലങ്കാനൻ്റെ ഹൈദരാബാദി ബിരിയാണിക്ക് ഭയങ്കര തല്ലാണ്. ത്രിപുര അഗർത്തല 3 തല 3 തല. ദെൻ ഉത്തർപ്രദേശ്, ഉപ്പാക്ക് ഭയങ്കര ലക്കാണ്. ഉത്തരാഖണ്ഡ് ഡെറാഡൂൺ, അതായത് ഉത്തരം മുട്ടുമ്പോൾ നമുക്ക് ദഹനവും മുട്ടും. ഓക്കെ, പിന്നെ പശ്ചിമ ബംഗാൾ. ഇപ്പം നമ്മുടെ കേരളത്തിൽ ആരാണ് കത്തിക്കയറുന്നത്, ബംഗാളികളാണ്. ഓക്കെ, അപ്പോൾ നമ്മുടെ ചാനൽ പുതിയ ചാനലാണ്, ഒരുപാട് സബ്സ്ക്രൈബേഴ്സൊന്നുമില്ല. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ ക്ലാസ് കണ്ടിട്ട് നിങ്ങൾക്കിത് ഇഷ്ടമാവുകയാണെങ്കിൽ, അതായത് ഇപ്പോൾ ഞാനിപ്പോൾ ഇന്നെടുത്ത ക്ലാസ് നിങ്ങൾക്ക് ഇഷ്ടമാണെന്ന് തോന്നുകയാണെങ്കിൽ, നിങ്ങളുടെ PSC പഠനത്തിൽ ഇത് ഉപകാരപ്പെടുമെന്ന് നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണേ. നിങ്ങളെ സബ്സ്ക്രിപ്ഷൻ കൊണ്ട് മാത്രമേ ഉള്ളൂ, നിങ്ങളുടെ സപ്പോർട്ട് കൊണ്ട് മാത്രമേ ഉള്ളൂ ഈ ചാനൽ മുന്നോട്ട് പോകുക. അപ്പോൾ നിങ്ങൾക്കിത് തോന്നുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം. പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ്